150 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ എന്തിനാണ് ദേശീയ ഗാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്? ഇത്തരം ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഉത്തരം വളരെ വ്യക്തമാണ്. രാഷ്ട്രീയം, സാംസ്കാരിക ദേശീയത, അവയുടെ ഗുണങ്ങളും ദോഷങ്ങളും എന്നിവയാൽ രൂപപ്പെട്ടതാണ്. പാർലമെന്റ് ഒരു പ്രധാന പോരാട്ടത്തിന് ഒരുങ്ങുമ്പോൾ ഇതാ ഒരു സൂക്ഷ്മ നിരീക്ഷണം. വന്ദേ മാതരം 150 വർഷം തികയുന്ന വേളയിൽ പാർലമെന്റ് ഒരു പ്രധാന ചർച്ചയ്ക്കൊരുങ്ങുകയാണ് ഇന്ന്. 1937 ഗാനത്തിലെ ചരണങ്ങൾ പരിമിതപ്പെടുത്തിയതിലൂടെ ഭിന്നത വളർത്തിയതായി മോദി അവകാശപ്പെടുന്നു. കോൺഗ്രസിനെതിരായ ആരോപണങ്ങൾ പരിഹരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദി ചർച്ചകൾക്ക് തുടക്കമിടും. വന്ദേമാതരവുമായി ബന്ധപ്പെട്ട നിരവധി പ്രധാനപ്പെട്ടതും അറിയപ്പെടാത്തതുമായ വശങ്ങൾ രാജ്യത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന് BJP വാഗ്ദാനം ചെയ്യുന്നു. ലോക്സഭയിലും രാജ്യസഭയിലും 10 മണിക്കൂർ വീതമുള്ള ഈ ചർച്ചയിൽ സർക്കാരിലെയും പ്രതിപക്ഷത്തിലെയും പ്രധാന നേതാക്കൾ പങ്കെടുക്കും എന്നാണ് അറിയുന്നത്. പ്രധാനമന്ത്രി മോദിയെ കൂടാതെ BJPയിൽ നിന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. കോൺഗ്രസിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി വദ്രയും ഗൗരവ് ഗൊഗോയും ഈ വാദത്തെ എതിർക്കും. എന്തിനാണ് ഈ വാദപ്രതിവാദം? 1937 വന്ദേ മാതരത്തിലെ നിരവധി ശ്ലോകങ്ങൾ കോൺഗ്രസ് ഉപേക്ഷിച്ചതായി ആരോപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദി അടുത്തിടെ ഈ ചർച്ചയ്ക്ക് വഴിയൊരുക്കി. ഈ തീരുമാനം വിഭജനത്തിന്റെ വിത്തുകൾ വിതച്ചുവെന്നും ഇന്നും രാജ്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു മാനസികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഈ ഗാനത്തിന് തുടക്കത്തിൽ 1-ലധികം ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ മാത്രമേ പിന്നീട് സ്വീകരിച്ചുള്ളൂ. എന്നാലും കോൺഗ്രസ് പിന്നോട്ട് പോയി ഗാനം 2 ചരണങ്ങളിൽ ഒതുക്കി നിർത്തുന്നതിന് രവീന്ദ്രനാഥ ടാഗോറിന്റെ പിന്തുണ അവർ ഉദ്ധരിച്ചു. ബാക്കിയുള്ള വരികൾ മനസ്സിലാക്കാൻ പ്രയാസമുള്ളതും മുസ്ലിം സമൂഹത്തിലെ ചില വിഭാഗങ്ങളിൽ നിന്ന് എതിർപ്പിന് കാരണമായതിനാലാണ് ജവഹർലാൽ നെഹ്റു ഈ വീക്ഷണം അംഗീകരിച്ചത് എന്ന് അവർ പറയുന്നു. പാർട്ടിയുടെ അഭിപ്രായത്തിൽ വിഭജനമല്ല, ഉൾക്കൊള്ളൽ കൊണ്ടാണ് ഈ നീക്കം നയിച്ചത് എന്നാണ്. ചർച്ചയ്ക്കിടെ കോൺഗ്രസിനെ തകർക്കാൻ ഗുരുതരമായ വസ്തുതകളും വെളിപ്പെടുത്തലുകളും അവതരിപ്പിക്കും എന്നാണ് BJPയുടെ പക്ഷം. പ്രതിപക്ഷം ചരിത്രപരമായി ഭിന്നിപ്പിക്കുന്ന സമീപനമാണ് എന്ന് ആരോപിച്ചു. നെഹ്റുവിന്റെ യഥാർത്ഥ നിലപാട് തുറന്നു കാട്ടപ്പെടുമെന്ന് BJP വക്താവ് സംബിത് പത്ര ഞായറാഴ്ച പറഞ്ഞിരുന്നു. ചാറ്റർജിയുടെ നോവലായ ആനന്ദമഠവുമായുള്ള ഗാനത്തിന്റെ ബന്ധം മുസ്ലിങ്ങളെ അലോസരപ്പെടുത്തുമെന്ന് നെഹ്റു വിശ്വസിച്ചിരുന്നുവെന്നും പാട്ടിന്റെ ചില ഭാഗങ്ങൾ പിന്തുടരാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണെന്നും സൂചിപ്പിക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിന് പിന്നിലെ രാഷ്ട്രീയം, ചരിത്രത്തിനപ്പുറം രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങൾ വളരെ ഉയർന്നതാണ്. വന്ദേ മാതരം രചിച്ച ചാറ്റർജിയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ശക്തമായ പിന്തുണയും BJPയുടെ വാദങ്ങളിൽ കേന്ദ്രബിന്ദുവായിരിക്കും എന്നാണ് സൂചന. പ്രത്യേകിച്ച് അടുത്ത വർഷം പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ബംഗാളി സാംസ്കാരിക അഭിമാനത്തിന്റെ സംരക്ഷകനായി സ്വയം നിലകൊള്ളുന്നത് BJPയെ തൃണമൂൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ അനുവദിക്കുന്നു. കോൺഗ്രസ്, TMC, സമാജ്വാദി പാർട്ടി തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ സ്വാതന്ത്ര്യ സമരത്തിൽ RSSന്റെ പരിമിതമായ പങ്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ദേശീയ ചിഹ്നങ്ങളെക്കുറിച്ചുള്ള ഹിന്ദുത്വ നേതാക്കളുടെ മുൻകാല നിലപാടുകൾ എടുത്തു കാണിച്ചുകൊണ്ടും ഇതിനെ എതിർത്തേക്കാം എന്ന സൂചനകളുണ്ട്. വർത്തമാനകാല വെല്ലുവിളികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ BJP ഒരു സാംസ്കാരിക ചിഹ്നത്തെ ആയുധമാക്കുകയാണ് എന്നാണ് അവർ വാദിക്കുന്നത്. ചരിത്രപരമായി മുസ്ലിം ലീഗ് വന്ദേ മാതരത്തെ ശക്തമായി എതിർത്തത് അതിലെ ഹൈന്ദവ പ്രതിച്ഛായകളും ദേവതകളെക്കുറിച്ചുള്ള പരാമർശങ്ങളും കാരണമാണ്. ആദ്യത്തെ 2 ഖണ്ഡികകൾ മാത്രം സ്വീകരിക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനത്തിന് പിന്നിലെ ഘടകങ്ങളിൽ ഒന്ന് ഈ എതിർപ്പായിരുന്നു. പ്രധാനമന്ത്രി മോദി ഈ വിഷയം ശക്തമായി പുനരുജ്ജീവിപ്പിച്ചു. ടാഗോറിന്റെ ഉപദേശപ്രകാരമാണ് തങ്ങൾ പ്രവർത്തിച്ചത് എന്ന് കോൺഗ്രസ് വാദിക്കുന്നുണ്ട് എങ്കിലും നിരവധി യാഥാസ്ഥിതിക മുസ്ലിം ഗ്രൂപ്പുകൾ ഇന്നും ഈ ഗാനത്തെ എതിർക്കുന്നു. എന്തുകൊണ്ടാണ് BJP ഈ വിഷയം വീണ്ടും ഉയർത്തുന്നത്? BJPയെ സംബന്ധിച്ചിടത്തോളം വന്ദേ മാതരം പാർട്ടി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു നാഗരിക പൈതൃകത്തെ പ്രതിനിധീകരിക്കുന്നു. 150 വർഷം പഴക്കമുള്ള ഒരു സംവാദത്തെ പുനരുജ്ജീവിപ്പിക്കുന്നത് സാംസ്കാരിക ദേശീയതയെ മുന്നോട്ട് വയ്ക്കുന്നതിനും ഇന്ത്യയുടെ നാഗരിക ആത്മവിശ്വാസമായി അവർ കാണുന്നതിനെ ഉറപ്പിക്കുന്നതിനുമുള്ള അതിവിശാലമായ മുന്നേറ്റത്തിന് അനുയോജ്യമാണ്. 1937 കോൺഗ്രസ് തീരുമാനം അനാവശ്യമായി ഉൾക്കൊള്ളുന്നതും ദീർഘകാലമായുള്ള പ്രീണന രീതിയെ പ്രതിഫലിപ്പിക്കുന്നതുമാണെന്ന് പാർട്ടി വാദിക്കുന്നു. കോൺഗ്രസ് എന്തുകൊണ്ട് പ്രതിരോധത്തിലാകുന്നു എന്ന് ചോദിച്ചാൽ വന്ദേ മാതരം ആദ്യമായി ഉയർത്തിപ്പിടിച്ചതും പ്രതിരോധത്തിന്റെ പ്രധാന നിമിഷങ്ങളിൽ അത് ആലപിച്ചതും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്ത് അതിനെ പ്രതിഷ്ഠിച്ചതും തങ്ങളാണെന്ന് കോൺഗ്രസ് വാദിക്കുന്നുണ്ട്. 1937 തീരുമാനം ദേശീയ പ്രസ്ഥാനത്തെ വിഭജിക്കാതെ ഐക്യത്തോടെ നിലനിർത്താനാണ് എടുത്തത് എന്ന് അവർ വാദിക്കുന്നു. പാർട്ടി പറയുന്നത് അനുസരിച്ച് ടാഗോറിന്റെ ഉപദേശപ്രകാരമാണ് പാട്ട് 2 ചരണങ്ങളായി പരിമിതപ്പെടുത്താനുള്ള നീക്കം. എല്ലാ സമുദായങ്ങൾക്കും പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ഉൾപ്പെടുത്തലിന് മുൻഗണന നൽകി. രാഷ്ട്രീയ പോയിന്റുകൾ നേടുന്നതിനും സമകാലിക വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും BJP ചരിത്രത്തെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുകയാണ് എന്നാണ് വാദം. പാർലമെന്റ് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന വാഗ്വാദങ്ങൾക്ക് തയ്യാറെടുക്കുമ്പോൾ വന്ദേ മാതര ചർച്ച ചരിത്രം, സ്വത്വം, സമകാലിക രാഷ്ട്രീയം എന്നിവയുടെ ഒരു വേദിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്.
ദേശീയ ചിഹ്നങ്ങൾക്ക് വൈവിധ്യമാർന്ന ഒരു രാജ്യത്തെ എങ്ങനെ ഒന്നിപ്പിക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കാനുള്ള അവസരമായി ഇത് മാറുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതോ പക്ഷപാതപരമായ പോരാട്ടങ്ങൾക്കുള്ള മറ്റൊരു യുദ്ധക്കളമായി ഇത് മാറുമോ എന്നത് നേതാക്കൾ എങ്ങനെ അതിൽ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇന്ത്യ ഗാനത്തിന്റെ 150 വാർഷികം ആഘോഷിക്കുമ്പോൾ മുന്നിലുള്ള വെല്ലുവിളി അതിന്റെ പാളികളായ പൈതൃകത്തെ അംഗീകരിക്കുകയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭാഷണങ്ങൾ ദേശീയതയുടെ പങ്കിട്ട ആശയത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. എന്തായാലും ഇന്ന് ഏതാനും മണിക്കൂറുകൾക്കകം ഈ ചർച്ച ആരംഭിക്കും. ആ ചർച്ചയ്ക്ക് ശേഷം എന്തൊക്കെയാണ് ഇതിന്റെ ഒരു വിലയിരുത്തലുകൾ എന്നത് നമുക്ക് അറിയാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.